Hi students, we are dealing with the third module Riemann integration of real analysis in 6th semester BSc Mathematics. This module consists of 3 sections 7.1, 7.2 and 7.3. We have already discussed sections 7.1 and 7.2. Now we are going to discuss section 7.3, that is fundamental theorem of calculus. നമുക്ക് നോക്കാം. ആദ്യമേ fundamental theorem. A function capital F such that capital F dash of x is equal to small f of x for all x element of AB is called antiderivative or primitive of small f on closed interval AB. അതായത് നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതിൻ്റെ പ്രിമിറ്റീവ് അഥവാ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ആ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതോ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. ആ ഏതോ ഒരു ഫംഗ്ഷനെയാണ് ആൻറ്റി ഡെറിവേറ്റീവ് ഓർ പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം. നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോമും ഉണ്ട്, സെക്കൻഡ് ഫോമും ഉണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ രണ്ടും പഠിക്കണം, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. Fundamental theorem of calculus first one. Suppose that there is a finite set E in closed interval AB and functions small f and capital F from AB to R such that capital F is continuous on closed interval AB, capital F dash of x is equal to small x for all x element of AB minus E. Small f is Riemann integral on AB. Then integral a to b small f is equal to capital F of b minus capital F of a. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റാണ്. ചിലപ്പോൾ അത് എം ഡി ആകാം, അല്ലെങ്കിൽ ഫൈനൈറ്റ് എന്ന് വെച്ചാൽ ഒരു എലമെൻറ്റ് കാണാം, ചിലപ്പോൾ 10 എലമെൻറ്റ്, ചിലപ്പോൾ 100 എലമെൻറ്റ്, അങ്ങനെ ഒരു ഫൈനൈറ്റ് സെറ്റ്. സ്മോൾ എഫും ക്യാപിറ്റൽ എഫും രണ്ട് ഫംഗ്ഷനാണ്. അതിൽ ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും, സ്മോൾ എഫ് ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ്. എവിടെയാണെന്നറിയാം? സെറ്റ് എ ബി മൈനസ് ഐ ഫൈനൈറ്റ് നമ്പേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളിടത്തല്ല. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ എഫ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ ആണ്. അപ്പോൾ പ്രൂഫ് നോക്കാം. വി വിൽ പ്രൂവ് ദ തിയറം ഇൻ ദ കേസ് വെയർ ഇ ഈക്വൽ ടു സെറ്റ് എ കോമ ബി. രണ്ട് എലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുവാണേ. ദ ജനറൽ കേസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ബ്രേക്കിംഗ് ദ ഇൻ്റർവൽ ഇൻ ടു ദ യൂണിയൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവൽസ്. അപ്പം നമുക്ക് വലിയ ഇൻ്റർവൽ ആണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഇൻ്റർവൽ ആക്കിയിട്ട് ഇതിനെ ജനറൽ കേസായിട്ട് എഴുതാം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. സിൻസ് സ്മോൾ എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓൺ എ ബി, ഒരു എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇഫ് പി ഡോട്ട് ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോ പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ദെൻ മോഡ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ. If the subintervals in P dot are xi minus 1 xi, then mean value theorem is applied to capital F on closed interval xi minus 1 xi. Mean value theorem apply ചെയ്യാം. കാരണം എന്താണ്? മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അത് ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇൻ്റർവെൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. കാരണം എഫ് ഡാഷ് അപ്പം ഡിഫറൻഷ്യബിളുമാണ്. അതുകൊണ്ട് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഇൻ്റർവെലിനകത്തൊരു പോയിൻ്റ് യു ഐ കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് യു ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്നാണ്. പുട്ടിങ് ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര ആൻഡ് ആഡ്. അപ്പോൾ ഐക്ക് 1 കൊടുക്കുക, 2 കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പം എഫ് ഓഫ് എക്സ് എൻ എ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഐ ഈക്വൽ ടു സിഗ്മ എഫ് ഡാഷ് ഓഫ് യു ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഇനി ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ലെറ്റ് പി യു ഡോട്ട് ഒരു പാർട്ടീഷനാണ് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ വിത്ത് ടാഗ് യു ഐ ഐ ഈക്വൽ ടു 1 to n. ദ സം ഓൺ ദ ആർ എച്ച് എസ് ഈസ്, ഇതിൻ്റെ ആർ എച്ച് എസ് സം എന്തുവാ? എസ് എഫ് പി യു ഡോട്ടാണ്. അപ്പോൾ എസ് യു പി യു ഡോട്ട് എന്തോ കിട്ടി? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ എന്താ പറയുക? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അല്ലേ ഇത്. ഇനി എഫ് റീമാൻ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് എന്താ പറയാം? മോഡ് എസ് എഫ് പി യു ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ലെസ് ആപ്സിലോൺ ആയിരിക്കും. ഇതിൻ്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതിൻ്റെ അർത്ഥം എന്തോ? ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത്
എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, കാരണം എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട്. ഓക്കെ, നോട്ട് if the function f is differentiable at every point of a b, then hypothesis a of the fundamental theorem first form is automatically such. എല്ലാ പോയിന്റും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. ഒന്നാമത്തെ ഹൈപ്പോത്തിസിസ് നിന്ന് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ഓൾറെഡി ശരിയാവും. If small f is not defined for some point c, then we take f of c is equal to 0. Even if capital F is differentiable at every point of a b, condition c is not automatically satisfied since there exist functions capital F such that capital F dash is not Riemann integral. അപ്പോൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എഫ് എല്ലാ പോയിന്റും ഡിഫറൻഷ്യബിൾ ആണെന്ന് കരുതി മൂന്നാമത്തെ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. കാരണം അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ ഉണ്ട്. അതാണ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് 1/x², എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ 0 ക്ലോസ്ഡ് 1 ആൻഡ് 0 when x equal to 0. അടുത്ത എക്സാമ്പിൾസ് ആണ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം എങ്ങനെ ചെയ്യുന്നത്. ഇഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു x²/2, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു x²/2 എക്സ് എലമെന്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ. അന്നേരം ക്യാപിറ്റൽ എഫിന്റെ ഡാഷ് എന്താ, ഡെറിവേറ്റീവ് എന്താ, 2x/2, അതായത് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബി. അതായത് സ്മോൾ എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ആണ്, എഫ് ഡാഷ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ റീമാൻ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് നമ്മുടെ ഇ എന്ന് പറയുന്ന സെറ്റ് എം ഡി സെറ്റായിട്ട് എടുത്താൽ എനിക്ക് ഇങ്ങനെ പറയാം. അടുത്ത ആർക്ക് ടാൻ എക്സ് എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. അത് ഡെറിവേറ്റീവ് ആണ്, കാരണം എന്താ, ഡിനോമിനേറ്റർ 0 ആകത്തില്ല. അതുകൊണ്ട് റീമാൻ ഇൻ്റഗ്രൽ ആണ്. ഫണ്ടമെൻ്റൽ തിയറി ഓഫ് കാൽക്കുലസ് വെച്ച് ഈ എം ഡി സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാം. ഇനി അടുത്ത ഫംഗ്ഷനാണ് എ ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു മോഡ് എക്സ്, എക്സ് എലമെൻറ്റ് ഓഫ് -10 10. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നോക്കിയേ, -10 0ൽ -1 അല്ലേ, മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനല്ലേ, -1 പോസിറ്റീവ് ആകുമ്പോൾ 1, പക്ഷേ 0 പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്, സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വേറെ എക്സ് എലമെൻറ്റ് ഓഫ് -10 10 മൈനസ് സെറ്റ് 0. സിഗ്നം ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് റീമാൻ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ നമ്മുടെ ഇ എന്ന് പറയുന്ന സെറ്റ് 0 എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ തിയറി ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം വെച്ച് എനിക്ക് ഇങ്ങനെ പറയാം. അപ്പം ഇൻ്റഗ്രൽ 0 ആണെന്ന് പറയാം. ക്യാപിറ്റൽ എച്ച് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2√x, എക്സ് എലമെൻറ്റ് ഓഫ് 0b. ക്യാപിറ്റൽ എച്ച് കണ്ടിന്യൂസ് ആണ്, ക്യാപിറ്റൽ എച്ച് ഡാഷ് ഓഫ് 1/√x ആണ്. അത് 0b, 0 ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല, അതുകൊണ്ട് അത് പറയാം. പക്ഷേ അത് ബൗണ്ടഡ് അല്ലാത്തത് കൊണ്ട് റീമാൻ ഇൻ്റഗ്രൽ അല്ല. റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് അല്ലെങ്കിൽ റീമാൻ ഇൻ്റഗ്രൽ അല്ല. അപ്പോൾ എന്താ പറയുക, ഫണ്ടമെൻ്റൽ ഓഫ് തിയറി ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് നമ്മൾ മുമ്പേ കൗണ്ടർ എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ, കെ ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു x² cos 1/x², എക്സ് എലമെൻറ്റ് ഓഫ് 0 1 0 when x equal to 0. അപ്പം പ്രോഡക്റ്റ് റൂളും ചെയിൻ റൂളും ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ കെ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. ദസ് കെ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എവരി പോയിന്റ് 0. സെക്കൻഡ് ടേം ഇൻ കെ ഡാഷ്, അതായത് ഈ ടേം കണ്ടിന്യൂസ് ആണ്, റീമാൻ ഇൻ്റഗ്രൽ ആണ്. പക്ഷേ ഫസ്റ്റ് ടേം ബൗണ്ടഡ് അല്ല, കാരണം എന്താ, 2/x എന്ന് വന്നു, അപ്പോൾ അത് ബൗണ്ടഡ് അല്ല, അതുകൊണ്ട് റീമാൻ ഇൻ്റഗ്രൽ അല്ല, അതുകൊണ്ട് ഫണ്ടമെൻ്റൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ടി ചോദിക്കാം. ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി, ദെൻ മോഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ്. തന്നേക്കുന്ന കാര്യം എടുത്തു, മോഡുലസ് മാറ്റുമ്പോൾ ഇങ്ങനെ എഴുതാം. 3 എടുത്തു എന്തുവാ, ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇൻ്റഗ്രൽ എ ടു ബി എന്ന് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടി, ഇങ്ങനെ കിട്ടി. അപ്പോൾ മോഡായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ഡെഫിനിഷൻ, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് സ്മോൾ എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി, ദെൻ ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇസഡ് സ്മോൾ ഓഫ് ഇസഡ് എലമെൻറ്റ് ഓഫ് എ ബി ഈസ് കോൾഡ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് ബേസ് പോയിൻറ്റ് എ. തീറമാണ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ സ്മോൾ എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും.
പ്രൂഫ് സിമ്പിളാണ്. അപ്പോൾ എ ബിക്കകത്ത് 2 പോയിന്റ് എടുത്തു, ഇസഡും ഡബ്ല്യു ആണ് ചെറുത്. അപ്പോൾ അഡിറ്റിവിറ്റി തിയറം വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറയാം. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ്, ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് ഡബ്ല്യു. ഇത് ഇനി തന്നിട്ടുണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എന്നും പറഞ്ഞ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഈ റൈറ്റിലുള്ളത് എഴുതി. ഇനി ഇതെന്തുവാണ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഫസ്റ്റ് ഫോം വെച്ച് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു ആണ്. അപ്പോൾ ഇങ്ങനെ പറയാം. ഇതെന്തുവാ? ലിപ്ചിസ് അല്ലേ? ലിപ്ചിസിൻ്റെ കണ്ടീഷൻ. ലിപ്ചിസ് ആണെങ്കിൽ യൂണിഫോമിലി കണ്ടിന്യൂസ്, യൂണിഫോമിലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തോ റെയ്മാൻ ഇൻ്റഗ്രൽ. നമുക്ക് കണ്ടിന്യൂസ് വരെ മതി. അപ്പോൾ സ്മോൾ എഫ് റെയ്മാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായ ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് സെക്കൻഡ് ഫോം. If small f element of R of AB and small f is continuous at a point C element of AB, then the indefinite integral capital F is differentiable at C and capital F dash of C is equal to F of C. ഇപ്പോൾ സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണ്. സ്മോൾ എഫ് ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഗിവൺ എഫ് എലമെന്റ് ഓഫ് ആർ ഓഫ് എ ബി ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് അറ്റ് സി എലമെന്റ്. ഇപ്പം കൺസിഡർ ദ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആയതുകൊണ്ട് ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു ഈറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് നമ്മൾ റൈറ്റിൻ്റെ കേസ് മതി. അപ്പം അതിനുവേണ്ടി സി ലെസ്സാനുകൾ എക്സ് ലെസ്സാനുകൾ സി പ്ലസ് ഈറ്റ ആണെങ്കിൽ എന്തോ പറയാം, എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് പറയാം. ലെറ്റ് എച്ച് സാറ്റിസ്ഫൈ 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ ഈറ്റ. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആയതുകൊണ്ട് അഡിറ്റിവിറ്റി തിയറം വെച്ചിട്ട് എഫ് ഇൻ്റഗ്രബിൾ ഓൺ എ സി ആയിരിക്കും, സി പ്ലസ് എച്ച് ആയിരിക്കും, സി പ്ലസ് എച്ച് ബി ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ എഴുതാം. ഇനി സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ 2 ഇക്വേഷൻ 1. ഇപ്പോൾ ഇക്വേഷൻ 2നെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക സി ടു സി പ്ലസ് എച്ച്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടുന്നു. എച്ചും കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. എഫ് ഓഫ് സി മൈനസ് ചെയ്യുന്നു. അപ്പോൾ എപ്സിലോൺ ആർബിട്രറി കൊണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇങ്ങനെ കിട്ടി. ഇതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ കുറിച്ചും പറയാം. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി ഇസ് ടു സ്മോൾ എഫ് ഓഫ് സി എന്ന് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, 3-4 പ്രാവശ്യം എഴുതി പഠിക്കണം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ സെക്കൻഡ് ഫോം ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഇനി ഇതിൻ്റെ ജനറൽ കേസാണ് എന്ന് വെച്ചാൽ സ്മോൾ എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ ബി അങ്ങനെ ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണ്. ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബി. അതായത് ക്ലോസ് ഇൻ്റർവെൽ എ ബി സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഒരു ആൻറ്റി ഡെറിവേറ്റീവായി തീരും. അപ്പോൾ എന്നായിട്ട് if f of x is equal to sin x on minus 1 1, then f element of r of minus 1 1 and has the indefinite integral. ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്തുവാ? സൈൻ എക്സിൻ്റെ മോഡ് എക്സ് മൈനസ് 1 എന്ന് പറയാം. ബേസ് പോയിൻറ്റ് -1. എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല നമുക്കറിയാം. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് എന്താ പറയാം, -1 1 ആൻറ്റി ഡെറിവേറ്റീവ് ഇല്ല. ഇത് എന്തോ പറഞ്ഞാൽ ഇത് തിയറം മാത്രമേ ഉള്ളായിരുന്നു. ജനറലായിട്ട് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആൻറ്റി ഡെറിവേറ്റീവ് ആകണോ നിർബന്ധമില്ല. ഇവിടെ ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് കിട്ടി. എങ്ങനെയാണ്? ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ജനറലി ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടാകണമെന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ആൻറ്റി ഡെറിവേറ്റീവ് ഇല്ല. ഇനി അടുത്ത, if h denote Thomai's function, then its indefinite integral capital H of x is equal to integral 0 to x small h is identically 0 on closed interval 0 1. Here the derivative of this indefinite integral exists at every point. അപ്പോൾ ക്യാപിറ്റൽ എച്ച് ഡാഷ് ഓഫ് എക്സ് 0 ആണ്. പക്ഷേ ക്യാപിറ്റൽ എച്ച് ഡാഷ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ എച്ച് ഓഫ് എക്സ് അല്ല. കാരണം സ്മോൾ എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്തോ അവിടെ 1ഉം 0ഉം മാറി മാറി വരിക. അതുകൊണ്ട് ആൻറ്റി ഡെറിവേറ്റീവ് ആകത്തില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ.
ലെറ്റ് ജെ ഈസ് ഇക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ ആൽഫ ബീറ്റ phi from j to r ഒരു കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഓൺ j if f from I to r continuous on an interval I containing phi of j then ഇങ്ങനെ പറയാം ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫൈ ഓഫ് ആൽഫ ഫൈ ഓഫ് ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മൾ സാധാ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യത്തില്ലേ, അത് തന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതേ രീതിയിൽ ചെയ്താൽ മതി. പ്രൂഫ് ഈസ് ബേസ്ഡ് ഓൺ ചെയിൻ റൂൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നത്, റൂട്ട് ടിക്ക് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യത്തില്ലേ, 1/2 റൂട്ട് 2 ആ രീതി തന്നെയുള്ളൂ. റൂട്ട് ടിക്ക് ഫൈ ഓഫ് ടി എന്ന് എഴുതുന്നു, എന്നിട്ട് അത് കണ്ടിന്യൂസ് ആണ്, ഫൈ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസ് ആണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം വെച്ചിട്ട് ഇങ്ങനെ എഴുതാം.